ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് കാണാം. കുറച്ച് കൂടുതൽ നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നുണ്ട്. കാരണം സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് കൊണ്ട് കുറച്ച് ഒരു 35-36 പീസോളം ഞാനിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കാവുന്നതാണ്. എടുക്കുമ്പോൾ സ്ക്രീൻഷോട്ട് ഫ്രണ്ട് സൈഡ് തന്നെ അയക്കണം. ദുപ്പട്ടയും ബോട്ടവും ഭാഗവും കഴിവതും അയക്കരുത്. കാരണം നമുക്കത് എടുത്ത് വെക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചിലതിൻ്റെയൊക്കെ ഈ ദുപ്പട്ടയും ഷോളും ബോട്ടവും എല്ലാം ഒരു സാമ്യമുള്ള പോലെ തോന്നും. അപ്പോൾ എടുത്ത് വെക്കുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പാർട്ട് തന്നെ അയക്കാനായിട്ട് പറയുന്നത്. പിന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കളറിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചെടുക്കുന്നതല്ല. തുണിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ മതി. അത് നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളത് നോക്കിയിട്ട് തിരിച്ച് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. അല്ലാതെ കളർ വേരിയേഷൻസ് എപ്പോഴും വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പോസ്റ്റൽ ചാർജ് നമ്മൾ കയ്യിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നമ്മളിതിന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അയച്ചു തന്നിട്ട് പിന്നെ നമുക്കത് തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ ഫുൾ എമൗണ്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റൽ ചാർജ് നമുക്ക് നഷ്ടം വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മെഹന്തി കളറാണ്. ദുപ്പട്ടയും ബോട്ടവും വരുന്നത് ഒലീവ് ഗ്രീനാണ്. അപ്പോൾ ഇത് ഒരു സെറ്റിന് വരുന്നത് 599 2, 3, 4 പീസൊക്കെ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ കുറച്ച് കൊടുക്കുന്നതായിരിക്കും. പിന്നെ 5 പീസ് എടുക്കുമ്പോൾ മുതൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. 550 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വരുന്നത് ഇതേപോലെ മജന്ത കളറാണ്. ഇതേപോലെ ഒരു വേവ് ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. കണ്ടോ, ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് മജന്തയിൽ ചെറിയൊരു പ്രിൻ്റുണ്ട് ഇതിൽ. നമുക്ക് കാണത്തില്ല, ഇത് സൂര്യപ്രകാശത്തിൻ്റെ ഇതുകൊണ്ട് കാണത്തില്ല കേട്ടോ. അതാ കണ്ടോ, അതുപോലെ ചെറുതായിട്ട് ഫുള്ള് പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ 5 പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ പ്രൈസ് തരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട് സൈഡ് തന്നെ ഫോട്ടോ അയക്കണം, അതാരും മറക്കരുത്. ഇത് വരുന്നത് ഒരു ബ്ലൂ കളറാണ്. വൈറ്റിൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ, നല്ല ഭംഗിയാണ്. ദുപ്പട്ടയും ബോട്ടോ അതേപോലെ തന്നെ കണ്ടോ. നമുക്ക് ബോട്ടം വെച്ചിട്ട് വേറെ ടോപ്പ് വേണമെങ്കിൽ തയ്ക്കാം. 2 മീറ്ററാണ് വരുന്നത് ബോട്ടത്തിൻ്റേത്. ദുപ്പട്ട വരുന്നത് 2.25 വരുന്നത്. ടോപ്പിൻ്റെ പീസ് വരുന്നത് 2.5 ആയിരിക്കും. ഒരു XXL സൈസ് വരെയൊക്കെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിത് തയ്ച്ചിട്ടുണ്ട് XXL സൈസ് വരെ. കുഴപ്പമില്ല, നന്നായിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ലെങ്ത്ത് ടോപ്പിന് കിട്ടും. എലൈൻ മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് 42 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് ഈ തുണിക്ക് കിട്ടുന്നുണ്ട്. അടുത്ത് വരുന്ന ഒരു തത്തപ്പച്ച കളർ എന്നൊക്കെ പറയത്തില്ല, നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇത് ഫുള്ള് ഒറ്റ കളർ തന്നെയാണ്, പക്ഷെ നല്ല രസം കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ചിലർക്ക് ഇഷ്ടമാണല്ലോ ഈ ഒരു കളർ ഷെയ്ഡൊക്കെ വരുന്നത്. ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഇത് മഞ്ഞ പോലെയല്ലേ കാണുന്നത്, ശരിക്കും ഇതൊരു ഫ്ലൂറസൻ്റ് കളർ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു തത്തപ്പച്ച കറക്റ്റ് ആ കളറാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് പോലെ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബിസ്ക്കറ്റ് ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സാണ് ഇതിനകത്ത് വരുന്നത്. ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത്. ചില സെറ്റിൻ്റെയൊക്കെ ഞാൻ 2 പീസ് എടുക്കാറുണ്ട്, ചിലതിൻ്റെയൊക്കെ ഒറ്റ പീസേ ഉള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ചിലത് ഞാൻ സ്റ്റോക്ക് ഔട്ടായി പോയെന്ന് പറയുന്നത്. നമുക്കിങ്ങനെ അങ്ങനെ ഒരെണ്ണത്തിൻ്റെ തന്നെ ഒരുപാട് എടുക്കാൻ ചിലപ്പം കിട്ടത്തില്ല. കാരണം പെട്ടെന്ന് ഷോപ്പിലാണെങ്കിലും സെയിലായി പോവും. നമുക്ക് പിന്നെ ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഇതേപോലെ ഒരു പീക്കോക്ക് കളറാണ്. അതിലിങ്ങനെ ദുപ്പട്ട ഒരു വേവ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ മജന്ത ഡിസൈനാണ് അതിൽ വരുന്നത്. ബോട്ടോ ഇതേപോലെ തന്നെ. ഇത് പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ഫ്രണ്ട് സൈഡിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി കേട്ടോ. ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയും ഒരു സിക്സാക്ക് ഡിസൈൻ പോലെ വരുന്നുണ്ട്. ബോട്ടവും അതേപോലെ തന്നെ സിക്സാക്ക് ബോണ്ടിലാണ് വരുന്നത്. പിന്നെ പലർക്കും പല കളറാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കളറും എടുക്കുന്നത്. അടുത്ത് വരുന്ന ഇതൊരു ആഷ് കളറാണ് കേട്ടോ. ഇതൊരു ബ്ലൂ പോലെ തോന്നും, പക്ഷേ ആഷാണ്, ഒരു ലൈറ്റ് ആഷ് കളറാണ്. ദുപ്പട്ട ഇതേപോലെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന പോലുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത്. നമുക്ക് പലാസോ തയ്ക്കാം, സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാം, ചുരി പാൻറ്റ് തയ്ക്കാം, ഒക്കെ നമുക്കൊരു XXL സൈസ് വരെയും തയ്ക്കാനായിട്ട് പറ്റും. അടുത്ത് വരുന്നത് ഇതേപോലെ ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡാണ് കേട്ടോ. അതിലിങ്ങനെ ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത്, ഒരു നേവി ബ്ലൂ ഡിസൈനാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയാണ്, ഒന്നും മോശമെന്ന് പറയാനായിട്ടില്ല. മോശം ഉണ്ടെങ്കിൽ ഞാനത് തരത്തില്ല, ഞാനത് മാറ്റി വയ്ക്കും.
കാരണം എന്തെങ്കിലും ദുപ്പട്ടയോ അതുപോലെ ബോട്ടത്തിനൊക്കെ കളർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് തരാറില്ല കേട്ടോ. കഴിവതും കാണുന്നതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് തരുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതിനകത്തിങ്ങനെ ഫുള്ളായിട്ട് ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് പോലെ വരുന്നതാണ്. ഇതിനകത്ത് ഫുള്ളിങ്ങനെ നിറയെ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും അതേപോലെ ബോട്ടത്തിലും അതെ ചെറിയ പൂക്കളാണ് ഫുള്ള് വന്നിരിക്കുന്നത്. അടുത്ത വരുന്നത് ഇതേപോലെ ഒരു ബ്ലൂ ഷെയ്ഡാണ്, കറക്റ്റ് ബ്ലൂ ഷെയ്ഡാണ്. അതിലിങ്ങനെ ഒരു യെല്ലോയിഷ് ഒരു തത്തപ്പച്ച ഡിസൈൻ പോലെ വരുന്ന ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. ബോട്ടം വരുന്നത് ഇതേപോലെ ഡിസൈനാണ് വരുന്നത്. അടുത്ത ഇത് കറക്റ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഇത് വൈൻ ഷെയ്ഡല്ല, കറക്റ്റ് പർപ്പിളാണ്. ഇത് നമ്മൾ എത്ര നോക്കിയാലും ആ ഒരു കറക്റ്റ് കളർ നമുക്ക് ക്യാമറയിൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. അത് എപ്പോഴും വേറൊരു ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ലൈറ്റ് റോസ് പോലെ വരുന്ന ഒരു ബോട്ടവും ദുപ്പട്ടയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു സെറ്റ് കാണാനായിട്ട്. അടുത്ത് വരുന്ന ഇതേപോലെ ഒരു ആഷ് ഡിസൈനും ഓറഞ്ച് ഷെയ്ഡും കൂടി ഇതിനകത്ത് ഇങ്ങനെ കലർന്ന് വരുന്ന ഒരു ഡിസൈനാണ്. കണ്ടോ, ഇതിനൊന്നും കളർ വേരിയേഷൻസ് ഇല്ല. ഇത് ഈ കാണുന്ന ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. ചില കളേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ റെഡ് മജന്ത പോലെ തോന്നും, പിന്നെ പർപ്പിള് വൈൻ ഷെയ്ഡ് പോലെ തോന്നും. അങ്ങനെ 1-2 കളേഴ്സിന് വ്യത്യാസമുണ്ട്. മെഹന്തി അതുപോലെ ഒട്ടും എടുത്തറിയിക്കത്തില്ല, അത് ഡള്ളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അടുത്തത് നേവി ബ്ലൂവിൽ ഇതേപോലെ ഡിസൈൻ വരുന്നതാണ്. ബോട്ടം ഇതേപോലെ ചരിഞ്ഞിങ്ങനെ ക്രോസ് ആയിട്ട് ഡിസൈൻ വരുന്നതാണ്. അടുത്ത വരുന്നതും ഒരു ഓഫ് വൈറ്റ് അല്ല, ഒരു ആഷോട് ചേർന്ന ഒരു പ്രത്യേക തരം കളറാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ദുപ്പട്ട വരുന്ന ഇതേപോലെ 6 ആക്ട് ഡിസൈൻ ഉണ്ട്. അത് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും ഒരു ഡിസൈൻസ് മിക്സ് ആയിട്ടാണ് എപ്പോഴും ദുപ്പട്ടയിൽ വരാറുള്ളത്. പിന്നെ നിങ്ങൾ ഷോൾ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം, ഷോളെന്നല്ല കോട്ടൺ ഇതുപോലത്തെ ഡ്രസ്സുകളൊന്നും മുക്കി വെക്കരുത്. ഒരുപാട് നേരം സോപ്പ് പൊടിക്കാത്തോ അതുപോലെ വാഷിംഗ് മെഷീനിലിട്ട് ഒരുപാട് അലക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നരച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ നന്നായിട്ട് സ്റ്റാർച്ചൊക്കെ മുക്കി നമ്മൾ വാഷ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. ഇത് ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് കാണിച്ചത്. ഇത് ഓഫ് വൈറ്റിൽ ഇതേപോലെ ഒരു മെറൂൺ ഡിസൈനാണ് വരുന്നത്. ഇതേപോലെ ഇങ്ങനെ ഓഫ് വൈറ്റ് ഡിസൈൻ ഇതിലിങ്ങനെ ഫുള്ളായിട്ട് മെറൂണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇടണം, പിന്നീട് നോക്കിയിരിക്കരുത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ എടുത്ത് വയ്ക്കും. പിന്നീട് നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. വാങ്ങുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം അത്രയും നേരം എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ സെയിലാണ് നഷ്ടമായി പോകുന്നത്. അതുകൊണ്ടാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. ഇതുപോലെ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതാണ്, ബ്ലൂ കളർ. ഇതൊരു പ്രത്യേക തരം കളറാണ്. അതായത് മൈലാഞ്ചി ഇട്ട് നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് പോലെ വരത്തില്ലേ, അതേപോലുള്ളൊരു കളറാണിത് കേട്ടോ. ഒരു ചെറിയ ബ്രൗണും യെല്ലോയും കൂടെ മിക്സ് വരുന്ന പോലുള്ള ഒരു കളർ, നല്ല ഭംഗിയുള്ളൊരു കളറാണിത്. അടുത്ത് വരുന്ന ഇതേപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ആഷ് പോലെ വരുന്ന ഡിസൈനാണ്. ദുപ്പട്ട അതേപോലെ തന്നെ ആഷ് വരുന്നുണ്ട്, ബോട്ടും അതേപോലെ തന്നെ ആഷ്. അടുത്തത് ഒരു മജന്ത കളറാണ്. ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. കുറേ പേര് പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് പേഴ്സണൽ മെസ്സേജായിട്ട് അയക്കാനായിട്ട് പറ്റത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. ആരാണ് അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത്. ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇടാറുണ്ട് വീഡിയോ ഇടുന്ന ദിവസം. അപ്പം അതാകുമ്പോൾ വിട്ടുപോകത്തില്ലല്ലോ കാണാനായിട്ട്. ഇതൊരു ലൈറ്റ് ആഷാണ് കേട്ടോ. ഒരുപാട് ഡാർക്കായിട്ടുള്ള ഒരു ആഷല്ല, ലൈറ്റ് കളർ നമുക്ക് ഫീൽ തരുന്ന ഒരു ആഷാണ്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇതൊരു പിങ്ക് കളറാണ്. അതിലിതുപോലെ ഒരു ഒലീവ് ഗ്രീൻ ഡിസൈനാണ് വരുന്നത്, ലൈറ്റായിട്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അടുത്തത് ഇതേപോലെ ഒരു ഡാർക്ക് ആഷ് കളറാണ് വരുന്നത്. ചിലതൊക്കെ ഒരു ആഷും
ഒരു ബ്ലൂവും കൂടെ ഒക്കെ മിക്സ് പോലെയൊക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്തായാലും മോശമൊന്നും വരത്തില്ല, നല്ല കളേഴ്സായിരിക്കും. ഇത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ്, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ്. കണ്ടോ ഇതേപോലെ. ഇത് നല്ല മെറ്റീരിയലാണ്, നമ്മളിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇതായത് കണ്ടോ ഇതേപോലെ ഗ്രീൻ ഷെയ്ഡ്. പിന്നത്തേത് വരുന്നത് ആഷാണ്. നമുക്ക് കൂടുതലും സെയിലാകാറുള്ളത് ആഷ്, ബ്ലാക്ക്, നേവി ബ്ലൂ അങ്ങനത്തെ ഒക്കെ ഉള്ള കളേഴ്സാണ്, ഡാർക്ക് കളേഴ്സ് വരുന്നത്. പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ് ലൈറ്റ് കളേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ആഷ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അടുത്ത ഇതേപോലെ ഒരു പീച്ച് ഷെയ്ഡാണ്, ഓഫ് വൈറ്റിൽ പീച്ച് ഡിസൈൻ വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി നേരം ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടി വെച്ചാൽ മതി കേട്ടോ. യൂട്യൂബിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് കൂട്ടി വെച്ചാൽ മതി. എനിക്കിപ്പോൾ എത്ര കാണിച്ചാലും ഒരുപാട് സ്പീഡ് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് നിവർത്തി കാണിക്കുന്നത്. ഇത് ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. കണ്ടോ വൈറ്റിൽ ഇതുപോലെ ബ്ലാക്ക് ഡിസൈനായിട്ട് വരുന്നതാണ്. അടുത്തത് ഇതേപോലെ ഒരു വേവ് ഡിസൈനാണ് വരുന്നത്. ഇത് മെറൂൺ വരുന്നുണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഒരു ഗോൾഡൻ അല്ല ഓഫ് വൈറ്റിൻ്റെ ഒരു വരയാണ് വരുന്നത്. ഇതാ ഇതേപോലെ ഓഫ് വൈറ്റ് ബോട്ടം വരുന്നത്. അടുത്തത് ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. ഓഫ് വൈറ്റിൽ ഇതുപോലെ ഇങ്ങനെ പൂക്കൾ വൈൻ ഡിസൈനാണ്, വൈൻ കളറാണ്. ഇതാ ഇതിൻ്റെ ഷോളും അതുപോലെ ബോട്ടവും നല്ല ഭംഗിയുള്ള കളേഴ്സാണ്, നല്ല ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. കണ്ടോ ഒരു ഡയമണ്ട് ഡിസൈനാണ് ഫുള്ള് വന്നിരിക്കുന്നത്. ചിലർക്ക് ഒരുപാട് ഡിസൈൻ ഇഷ്ടമല്ല, ചിലർക്ക് ഇതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് ഇഷ്ടമാണ്, ചെറിയ വർക്ക് വരുന്നത്. ഇതിങ്ങനെ താഴ്ഭാഗത്ത് മാത്രം ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റും ഇതുപോലെ ഇങ്ങനെ ഈ വരയും താഴെ മാത്രം വരുന്ന ഡിസൈനാണ്. ദുപ്പട്ട കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ്. നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ചെറിയൊരു ഡോട്ട് പോലെ ഡിസൈനുണ്ട്. അടുത്ത് ഇതുപോലെ ലൈറ്റ് ബ്ലൂ ആണ്, അതിലിങ്ങനെ ആഷ് കളറാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിലാക്കി കിട്ടുന്നുണ്ട്. പക്ഷേ പാക്കറ്റ് ഭയങ്കര മെനക്കേടാണ് കേട്ടോ, കാരണം ഇത് ഓപ്പൺ ആക്കി ഓരോന്നും കാണിക്കണം. ആദ്യം പാക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി, വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സെയിം സാധനം തന്നെ. അവർ ഒന്ന് അതുപോലെ ഇങ്ങനെ ഇറക്കിയതാണ്, ഒന്ന് ഈ ഒരു കവറിലാക്കി ഇങ്ങനെ ഇറക്കിയാണ് കേട്ടോ. അപ്പോൾ കവർ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്. പക്ഷെ നമുക്കത് ഒന്നുകൂടെ കഷ്ടപ്പാടാണ്, കാരണം ഇത് നിവർത്തി ഫുള്ള് കാണിച്ച് നമുക്കിത് അതേപോലെ മടക്കി വെക്കണം. ഇതൊരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് പോലെ മിക്സ് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഒരു സാരിയൊക്കെ ഇല്ലേ ഡിസൈൻ അതേപോലെയൊക്കെ വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇത് ബോട്ടം വരുന്നതാണ്, മെറൂൺ ഷെയ്ഡാണ് ഇത് വരുന്നത്. പ്രൈസ് എല്ലാം ഒന്ന് തന്നെ, 599 തന്നെ. ഇതിങ്ങനെ അവർ കവറിലാക്കി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് ഓരോന്നും മടക്കി പിന്നെ തിരിച്ച് കവറിനകത്ത് കയറ്റാനാണ് പ്രയാസം. അവർ നന്നായിട്ട് പ്രസ് ചെയ്താന്നല്ല നമുക്കത് കയറ്റി വെച്ച് തരുന്നത്. അപ്പോൾ അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 599 ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം കണ്ടു. നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയലാണിത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. കണ്ടോ വൈറ്റിൽ ഇതേപോലെ ബ്ലാക്ക് ഡോട്ട്സ് ആണ് വരുന്നത്. ചിലർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് ചോദിച്ച് വരുന്നവരുണ്ട് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനിയൊരു ഡിസൈൻ എടുക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ നമ്മുടെ പ്രൈസ് വരുന്നത് 599, ഫ്രീ ഷിപ്പിംഗ് ആണ്. കളർ ചേഞ്ചസ് പറയുവാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നതല്ല. പിന്നെ എന്താ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും. അത് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട. ഒരുപാട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ചുരിദാറെല്ലാം നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ഓടിച്ച് നോക്കിയാണ് തരുന്നത് കേട്ടോ. പിന്നെ അകത്തേക്കുള്ള പീസൊക്കെ നമ്മൾ ഇങ്ങനെ അഴിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അകത്ത് എവിടെയെങ്കിലും ഇതുപോലെ
കുഴപ്പമുണ്ടോയെന്ന്. എന്തായാലും ഡാമേജ് ആണ്, നിങ്ങൾക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കൂടെ ചുരിദാർ വാങ്ങാവുന്നതാണ്, ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.